ശ്രീമതി ധന്യ, തമ്മിൽ തല്ലിൻ്റെ പ്രശ്നമാണോ ഇപ്പോൾ അമ്മയിലുള്ളത്? അമ്മയെ സംബന്ധിച്ച് ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടനാ സംവിധാനമില്ല, ഒരു അഡ്ഹോക് കമ്മിറ്റിയും അതിൻ്റെ മെമ്പർമാരുമാണ് ഇനി ഉണ്ടാവുക 2 മാസം വരെ. അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടന്നേക്കാം. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന കോൺക്ലേവ് ഉണ്ട്. ആരാരുടെ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുമെന്നുള്ള പ്രശ്നമുണ്ട്. സിനിമയിലെ വനിതകളെ റെപ്രസെന്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ റെപ്രസെന്റ് ചെയ്യുക എന്ന ഉത്തരവാദിത്വത്തിലേക്ക് അമ്മ എത്തും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? നോക്കൂ, ഈ AMMA എന്ന സംഘടന എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് അവർ അടുത്ത് ഫോം ചെയ്യുന്ന കമ്മിറ്റി ഏതാണെന്ന് നമുക്കറിയില്ല. പക്ഷെ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ ഒരു ഭാഷ വേട്ടയാടുകയാണ് ആൾക്കാരെ, വേട്ടക്കാർ ആണുങ്ങളെ വേട്ടയാടുന്നത്, ഈ ഭാഷ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് നിർത്തണം. അതായത് സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വന്ന് പറയുമ്പോൾ ഈ ഭാഷയല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. ശരി, നമ്മൾ അവരോട് പറയാണ്, നിങ്ങൾ പറയുന്നത് സത്യമല്ലെങ്കിൽ നിങ്ങൾക്കും പണിഷ്മെന്റ് ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് ശരി. പക്ഷെ ഈ വേട്ടയാടുക ഈ വാക്കുകൾ നിർത്തണം ആദ്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇത് സെക്ഷൽ ഹാരസ്മെന്റിലേക്ക് മാത്രം എപ്പോഴും ഒതുക്കുകയാണ് ഈ ഡിസ്കഷൻസ് എല്ലാം. ഈ ഹേമ കമ്മിറ്റിയിൽ പോയ സ്ത്രീകൾ പറഞ്ഞത് മറ്റ് പല പ്രശ്നങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ AMMA എല്ലാവരും റിസൈൻ ചെയ്തല്ലോ. അതായത് അതിൽ 3 ആൾക്കാർക്കെതിരെ സെക്ഷൽ ഹാരസ്മെന്റ് അലിഗേഷൻ വന്നപ്പോൾ റിസൈൻ ചെയ്തു. ചിലപ്പോൾ ഇനിയും നാളെ മറ്റന്നാളെയൊക്കെ കുറെ അലിഗേഷൻസ് വരുമായിരിക്കും. പക്ഷെ അതല്ലാതെ സിസ്റ്റമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്ന് അത് സാലറി ആയാലും സാലറി സ്ട്രക്ചേഴ്സ് ആയാലും ടോയ്ലറ്റുകൾ ഇല്ലാത്തായാലും അങ്ങനെ എത്രയോ പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാം സർക്കാരിന് ഒരു ലോ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. നമ്മൾ അതിനാണ് പുഷ് ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ള, എല്ലാ ചർച്ചകളിലും ഇത് പഴയ തലമുറ ചെയ്യുന്ന ഒരു കാര്യമായി, ഇപ്പൊ സെക്ഷൽ ഹാരസ്മെന്റ് ആയാൽ പോലും ഇത് മലയാളത്തിലെ പഴയ തലമുറ മാത്രം ചെയ്യുന്നൊരു കാര്യമായി നമ്മൾ ഇതിനെ ഒതുക്കരുത്. പുതിയ തലമുറയിലും പലരും ഇത് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഒരു ജേർണലിസ്റ്റ് നിലയ്ക്ക് ഞാൻ ഒരുപാട്, അതായത് യങ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരുപാട് ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. അവരൊന്നും ആരെയും വേട്ടയാടാൻ വേണ്ടി എന്നോട് പറയുന്നതല്ല. ഞാൻ ഈ സ്റ്റോറി പുറത്ത് എഴുതാൻ പോലും പോകാത്ത എത്രയോ കാര്യങ്ങളാണ്. പക്ഷെ എത്രയോ യങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ADs, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, ഇവരെല്ലാവരും ഉപദ്രവിക്കുന്ന കഥകൾ ഇപ്പോഴും ഷെയർ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതായത് മറ്റു കോളേജിൽ, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവിടെ നിന്നൊക്കെ പഠിച്ചു വന്ന് കേരളത്തിൽ ജോലി എടുക്കുന്ന ആൾക്കാർ വരെ പറയുന്നത് ഇതൊരു വലിയ അൺസേഫ് ഇൻഡസ്ട്രി ആണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു എന്ന് പോലും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇൻഡസ്ട്രിയിൽ ഒരു മാറ്റം വരേണ്ടതാണ്. അതിപ്പോ ഒരു AMMA മാത്രം വിചാരിച്ചാൽ പറ്റില്ല, അല്ലെങ്കിൽ ഒരു FEFC മാത്രം വിചാരിച്ചാൽ പറ്റില്ല. ഇവരെല്ലാവരും തന്നെ ഒരുമിച്ച് വരേണ്ടതാണ്.